ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. രാത്രിയോടെ മുണ്ടപ്പള്ളിയിലെ വീട്ടിലെത്തിയ യുവാക്കൾ ചേർന്ന് ജസ്നയുടെ മാതൃസഹോദരി പുത്രി മാനസയെ ആക്രമിക്കുകയായിരുന്നു. വീടിന്റെ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് വീടിനുള്ളിൽ കയറിയാണ് ആക്രമണം നടത്തിയത്. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടെ ജസ്നയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. മാനസയോട് പ്രതികൾക്കുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് ജസ്ന. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തിയ ശേഷം ജസ്നയെ പ്രതികളായ യുവാക്കൾ മർദ്ദിച്ചു. ഒപ്പം കൊലവിളിയും. നമുക്കറിയാവുന്ന പയ്യനാണ്, നമ്മുടെ ഒരു കസിൻ തന്നെയാണ്. അവനുമായിട്ട് ഇവര് എന്തോ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. സംസാരം പിന്നെ വാക്കുതർക്കമായി മാറി. ഇവളെ പിടിച്ച് അടിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്ത്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തുവാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ എന്നെ കൊങ്ങി കയറി കുത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. എന്നെ കൊങ്ങി കുത്തിപ്പിടിച്ചിട്ട് എന്നെ ആ കഥയിന്റെ സൈഡിലോട്ട് കുത്തി ഇങ്ങനെ ചേർത്ത് എന്റെ കാലിൽ നിലത്ത് കുത്താൻ പറ്റത്തില്ല, എന്നെ പൊക്കി പിടിച്ചേക്കുമായിരുന്നു. സംഭവം പറഞ്ഞ് ബന്ധുവീട്ടിലായിരുന്ന ജസ്നയുടെ മാതാപിതാക്കളും പ്രദേശത്തുണ്ടായിരുന്ന ബന്ധുക്കളും എത്തുന്നത് കണ്ട് പ്രതികളായ ഇരുവരും ബൈക്കിൽ രക്ഷപ്പെട്ടു. തുടർന്ന് ജസ്ന തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ജസ്നയുടെ മൊഴി പ്രകാരം ചങ്ങനാശ്ശേരി സ്വദേശികളായ 2 യുവാക്കൾക്കെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു. പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായി തിരുവല്ല പോലീസ് പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.